പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്ന MGS കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്നു വൈകിട്ട് 4 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ച് നടക്കും. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയാണ് സ്വദേശമെങ്കിലും കോഴിക്കോടായിരുന്നു താമസം. കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യവും. MGS നാരായണനാണ് ചേര രാജാക്കന്മാരെക്കുറിച്ചുള്ള ആധികാരികമായ പഠനം നടത്തിയത്. ഈ പഠനത്തിനു ശേഷം പെരുമാൾ ഓഫ് കേരള എന്ന പുസ്തകം എഴുതി. ഇതേറെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. 1932 ഓഗസ്റ്റ് 20 മുറ്റായിൽ നാരായണിയമ്മയുടെയും ഡോക്ടർ PK ഗോവിന്ദമേനോന്റെയും മകനായി 1932 ഓഗസ്റ്റ് 20 MGS ജനിക്കുന്നത്. പരപ്പനങ്ങാടിയിലും പൊന്നാനി AV സ്കൂളിലുമായിട്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1ാം റാങ്കോടെയാണ് ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയത്. ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ 22 വയസ്സായിരുന്നു പ്രായം. 28ാമത്തെ വയസ്സിൽ UGC ഫെലോഷിപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണം ആരംഭിച്ചു. ശിലതാമ്ര ലിഖിതങ്ങൾ കണ്ടെത്തിയായിരുന്നു MGSന്റെ ഗവേഷണം. ബ്രിട്ടനിലെയും റഷ്യയിലെയും സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1974 മുതൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1992 ചരിത്ര വിഭാഗം തലവനായി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിരമിക്കുന്നത്. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ സഹായത്താൽ പഴയ ലിപികളും ഭാഷകളിലും പ്രാവീണ്യം നേടി. കേരള ചരിത്രം, തമിഴക ചരിത്രം, പ്രാചീന ഭാരതീയ ചരിത്രം, ചരിത്രരചനാ പദ്ധതി എന്നീ മേഖലകളിലായിരുന്നു MGS പ്രധാനമായും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് ചരിത്രത്തിലെ ചില ഏടുകൾ, കോഴിക്കോടിന്റെ കഥ, കൾച്ചറൽ സിംബോസിസ് ഇൻ കേരള, ആസ്പെക്ട്സ് ഓഫ് ആര്യനൈസേഷൻ ഇൻ കേരള, മലബാർ, കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ, സെക്യുലർ ജാതിയും സെക്യുലർ മതവും, സാഹിത്യാപരാധങ്ങൾ, ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. MGS നാരായണന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഭരണാധികാരികളും ഭാഷാ പണ്ഡിതന്മാരും മറ്റും നടത്തിയ ചരിത്ര രചനകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പാതയാണ് MGS വെട്ടിത്തുറന്നത് എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. MGSന്റെ വിടവാങ്ങൽ വലിയ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. Subscribe to One India and never miss an update.